അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കന്യാസ്ത്രീ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ തന്നെയാണ്. പോലീസോ വക്കീലോ അല്ലെങ്കിൽ പള്ളിയിലച്ചനോ നേഴ്സോ ഡോക്ടറോ ഒക്കെ പോലെയുള്ള ഒരു പ്രൊഫഷൻ. അവർക്കൊരു യൂണിഫോം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളതുമാണ്. അവർക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ആ വിദ്യാർത്ഥി ധരിച്ച ഹിജാബ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ ധരിക്കാം, വേണമെങ്കിൽ ധരിക്കാതിരിക്കാം. അത്തരത്തിൽ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവത്തെയാണോ നിങ്ങൾ ഈ കന്യാസ്ത്രീമാരുടെ ഓപ്ഷനെ ഇല്ലാത്ത അവരുടെ യൂണിഫോമുമായി കമ്പയർ ചെയ്യാൻ നിൽക്കുന്നത്? ക്രിസ്തീയ മതവിശ്വാസത്തെ കുറിച്ചും ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കന്യാസ്ത്രീകളുടെ വേഷവിധാനത്തെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ആ സുഹൃത്ത് പറഞ്ഞു. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. കാരണം ഞാൻ ആ വിശ്വാസി അല്ലാത്തത് കൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളെ കുറിച്ചും ആ വേഷവിധാനത്തെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇസ്ലാം മതവിശ്വാസത്തെ കുറിച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഈ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നത് അവൾക്ക് ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ധരിക്കാൻ, താല്പര്യം ഇല്ലെങ്കിൽ ഹിജാബ് ധരിക്കേണ്ട ആവശ്യമില്ലാന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കല്ലേ. മുസ്ലിം പെൺകുട്ടികൾക്ക്, ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള പെൺകുട്ടികൾക്ക്, ഞാൻ വീണ്ടും പറയുന്നു, ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് തട്ടം ധരിക്കല്, ഹിജാബ് ധരിക്കല്, തല മറക്കല്, ഒരു മുടിയുടെ പോലും പുറത്ത് കാണിക്കാതെ തല മറക്കല് നിർബന്ധമായിട്ടുള്ള കാര്യം, ഓപ്ഷനിലല്ല, നിർബന്ധമായിട്ടുള്ള കാര്യം. പിന്നെ ആ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ മതത്തിന്റെ നിയമങ്ങളൊക്കെ ആ കുട്ടിയുടെ തലയിൽ കെട്ടി വെക്കണമെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഏത് പാരന്റ്സ് ആയാലും ആ പാരന്റ്സിന്റെ രാഷ്ട്രീയവും മതവും അവരുടെ ചിന്താഗതിയൊക്കെ തന്നെയാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ കുട്ടികൾ വളർന്നൊരു 18, 20, 25 വയസ്സാവുമ്പോൾ ആ കുട്ടിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കട്ടെന്നേ, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം സ്വീകരിക്കട്ടെന്നേ. ആർക്കാണ് അതിലൊക്കെ ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവാത്തത്? വല്ലാത്ത ജാതിയിലെ